സുപ്രീം കോടതിയിൽ സർക്കാർ ആയാറാം ഗയാറാം നിലപാടാണ് സ്വീകരിച്ചത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും പരിഗണിക്കാം. വേണോ വേണം, വേണ്ടേ വേണ്ട, വേണ്ടണം എന്ന നിലപാട്. ശബരിമല യുവതീ പ്രവേശനത്തെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആകെ കൈപൊള്ളി നിൽക്കുകയാണ് സർക്കാർ. 2019 പാർലമെന്റ് ഇലക്ഷനിൽ തലകുത്തി വീണു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ആകെ കഷ്ടമായി. ഇനി എന്ത് ചെയ്യാൻ? ആദ്യം യുവതീ പ്രവേശനം വേണം എന്നൊരു നിലപാടെടുക്കാൻ കാരണം ന്യൂനപക്ഷ വോട്ടുകൾ സംഗമിപ്പിക്കുന്നതിനാണ്. പക്ഷേ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയില്ല. ഇനി ഭൂരിപക്ഷ വോട്ടുകളാകട്ടെ, അതെങ്കിലും കിട്ടണം. എന്നാൽ സുപ്രീം കോടതിയിൽ വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം എന്ന നിലപാടാണ് സർക്കാരിന്. കേരളം നിയമസഭാ ഇലക്ഷന്റെ തീച്ചൂടി നിൽക്കുമ്പോഴാണ് മാർച്ച് 14 തീരുമാനങ്ങൾ എഴുതി നൽകണം, അല്ലെങ്കിൽ സർക്കാരിന്റെ വാദങ്ങൾ എഴുതി നൽകണം എന്ന നിലപാട് കോടതി സ്വീകരിച്ചത്. കോടതി അങ്ങനെ ചാദിച്ചു. കാരണം സ്ത്രീ പ്രവേശനം ആകാം എന്ന് വാദിച്ചാൽ വിശ്വാസികളുടെ വോട്ട് എതിരാവും, എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് എതിരാവും. ഇനി സ്ത്രീ പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞാലോ, ഇത്രയും കാലം എന്തിനിത് ചെയ്തു, സർക്കാർ ടേൺ അടിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാകും. അതും ദോഷമാകും. അങ്ങോട്ട് പോയാലും ദോഷം, ഇങ്ങോട്ട് നിന്നാലും ദോഷം. അപ്പോൾ ഒന്ന് ഉരുണ്ട് കളിക്കാൻ സമയമില്ല. ഇനി ഇതാ ഒരു മാസത്തിനകം മാർച്ച് 14 സർക്കാരിന്റെ തീരുമാനങ്ങൾ എഴുതി നൽകണം, അല്ലെങ്കിൽ സർക്കാരിന്റെ വാദങ്ങൾ എഴുതി നൽകണം. എഴുതി നൽകുമ്പോൾ എന്തായാലും അത് ഇലക്ഷനെ ബാധിക്കും. പ്രവേശനം ആകാമെന്നായാലും ഇലക്ഷനെ ബാധിക്കും, പാടില്ല എന്നായാലും ഇലക്ഷനെ ബാധിക്കും. ആകെ ഗതികേടായി, നിലപാടിലായി. സർക്കാരിന്റെ നിലപാട് എഴുതി നൽകേണ്ടുന്ന മാർച്ച് 14 തീയതിക്കകം ഇലക്ഷൻ കമ്മീഷൻ നിയമസഭാ ഇലക്ഷന്റെ തീയതി പ്രഖ്യാപിക്കും. എന്ത് നിലപാടെടുത്താലും അത് LDFനെ, ഇപ്പോഴത്തെ സർക്കാരിനെ കാര്യമായി ബാധിക്കും. സ്ത്രീ പ്രവേശനത്തിൽ പുനഃപരിശോധനാ ഹർജികളെ എതിർത്തിരുന്ന സർക്കാരിന്റെ മുൻ നിലപാട് മാറ്റിയിട്ടില്ല എന്നാണ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് പറഞ്ഞത്. എന്നാൽ നിലപാട് മാറ്റുമോ, ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്തായാലും മാർച്ച് 14 അത് പ്രഖ്യാപിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം എതിരായി ബാധിച്ചതിന് ശേഷവും ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷവും സർക്കാരിന്റെ നിലപാട് മാറിയിട്ടുണ്ട്. നിലപാട് മാറ്റത്തെക്കുറിച്ച് NSSും SNDPയും മിണ്ടാതിരിക്കുന്നൊന്നുമില്ല. വരട്ടെ കാണാം എന്നാണ് NSSന്റെയും SNDPയുടെയും നിലപാട്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യാതൊരു പ്രസ്താവനയും നടത്തുന്നില്ല. സമവായം എന്ന പാർട്ടി ലൈനിലോട്ട് മുഖ്യമന്ത്രിയും എത്തിയിരിക്കാം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് സർക്കാർ കാട്ടിയ അമിത തിടുക്കം പല പ്രാവശ്യം കൈവൊള്ളിയതിനാൽ ഈ നിയമസഭാ ഇലക്ഷനും അതുണ്ടാകരുത് എന്ന രീതിയിലുള്ള നിലപാടുകളാണ് ഇടതുപക്ഷത്തിൻ്റെത്, LDFന്റേത്. ശബരിമല സ്ത്രീ പ്രവേശനവും അയ്യപ്പ സംഗമവും സ്വർണ്ണക്കൊള്ളയുമെല്ലാം സർക്കാരിന് വൻ തിരിച്ചടിയാകുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ പുതിയ നിലപാടിനു വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസ സമൂഹവും നിയമസഭാ ഇലക്ഷനും. അയ്യപ്പ സംഗമത്തിലെ കൊള്ളകളെയും പൊള്ളകളെയും കുറിച്ച് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഈ സമയത്ത് എങ്ങനെ കൈ കഴുകണം എന്ന ചിന്തയിൽ സർക്കാരും ഉഴലുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.